ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ നമോ നമഃ. രാമായ രാമചന്ദ്രായ രാമായ രാമഭദ്രായ രാമായ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. സിദ്ധഗന്ധർവവിദ്യാധരഗുഹ്യക യക്ഷഭുജംഗ ഖഗാപ്സുരോ വൃന്ദവും കിന്നരചാരണ കിംപുരുഷന്മാരും വന്നക താപസദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിന ചിൽപുരുഷം പുരുഷോത്തമം അദ്വയം ദേവമുനീശ്വരൻ നാരദനം തഥാ സേവാത്തമൻപോടവതരിച്ചിടിന രാമം ദശരഥനന്ദൻ ഉൽപ്പലശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷ പൂർണ്ണസമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാ രാമം ആമോദമാർന്ന് പുകഴ്ന്നു തുടങ്ങിന സീതാപതേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണ നിരാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ട് മായയായ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായ സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിക്കമാന്തവാക്യാർത്ഥമായി ചൽക്കനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരന്മീലിന കാലത്ത് സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധ അവതാരങ്ങളാൽ ശിക്ഷിച്ച് ധർമ്മത്തെയും പരിപാലിച്ച് നിത്യം പുരുഷപ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമോ നമഃ. യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസീതാവസേന്ദ്രന്മാർ നിരാശയ തൽസ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം
ചിൽസ്വരൂപപ്രഭോ നിത്യം നമോസ്തുതേ. ചിൽസ്വരൂപപ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമഃ. ത്വൽപ്രസാദം കൈക്കൊണ്ടൊഴിഞ്ഞ് ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വൽബോധമുണ്ടായി വരികയുമില്ലല്ലോ. ത്വൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിന് ഇപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും. ചിൽശോഹരേ ചിൽപുരുഷപ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴ്ക ജഗൽപദേ. കോപ കാമോദേഷ മത്സര കാർപ്പണ്യലോപമോഹാദേ ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ ത്വൽകഥാപീയൂഷപാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച് അനാരതം ത്വൽപൂജയും ചെയ്ത് നാമങ്ങൾ ഉച്ചരിച്ച് ഈ പ്രപഞ്ചത്തിലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമ രമാപദേ. പാതിയും പോയതോ ഭൂഭാരമെന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയായി ഭോഗേന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലും മായോധനെ. പിന്നെ മറ്റേനാൾ ദശഗ്രീവനെ ഭവാൻ കൊന്ന് ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു. മാനവവീര ജയിക്ക ജയിക്ക നീ. യുദ്ധം പറഞ്ഞ് വണങ്ങി സ്തുതിച്ച് അതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോട് അനുവാദവും കൈക്കൊണ്ട് വേഗേന പോയി മറഞ്ഞിടിനാൻ. അന്നേരം കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കെട്ടു ദശാനനം മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ട്. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ച് ഖിന്നനായൊരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു ദൃശിരസം. ഉന്നതനായോർ അധികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുരേവം സഹോദരനും മഹാപാർഷനും മത്തനും ഉന്മത്തനും ഒരുമിച്ച് അതിശക്തിയേറിയിടും നിശാചര വീരന്മാർ 8 പേരും സമരത്തിനൊരും വിട്ട് ദുഷ്ടനാം രാവണനോട് ചൊല്ലിയേല. ദുഃഖിപ്പത്തിനെന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കെ രൂപക്കളെ കൊന്നു വരാമല്ലോ. യുദ്ധത്തിനയച്ചിടുകൾ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഠ ഉണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്ത് സങ്കടം തീർക്കെന്ന് ചൊന്നാൻ ദശാനനും കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ട് പോയിക്കൊള്ളിൻ എല്ലാവരും. ആയുധവാഹനഭൂഷണ ജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ
പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ ഭാരതന്മാരിവരെൺവരും പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവ് ഓക്കോടടുത്തു കവിപ്രവരന്മാരും ഹരേ സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടളവ് അന്തകൻ വീട്ടിലാക്കിയിടിന സത്വരം എന്തൊരു വിസ്മയം ഹരേ ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ട് ചെല്ലുന്ന വീരരോടേറ്റു നിശാചര കൊല്ലും നിതാശു കവിവരന്മാരെ നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരെ വാരണവാജിരതങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ച് ഉള്ള ചോരപ്പുഴകളും കാണായിത്തു പലതായൊലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികേ നൃത്തമാടിത്തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചു കണ്ട് അതിരൂക്ഷതയോടും അടുത്താൻ നരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്തിനാക്കിനാർ ദേവാന്തകനും പരിഖവുമായി വന്ന് ദേവേന്ദ്രപുത്ര തനയനോടെറ്റു വാരണമേറെ മഹോദര വീരനും തേരിലേറി തൃശിരസ്സുമണിഞ്ഞിതു മൂവരോടും പൊറുതീടിനാനങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാറന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാറതു നേരം മാരുതി കൊന്നിരു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും തൃശിരസിന്തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ വന്നു പൊരുതാൻ മഹാപാർശ്വനം നേരം കൊന്നുകളഞ്ഞ ഋഷഭൻ മഹാബലൻ മത്തനും ഉന്മത്തനും മരിച്ച കവിസത്തമന്മാരോട് എതിർത്ത് അതിസത്വരം വിശ്വൈകവീരനധികായൻ അന്നേരം അശ്വങ്ങളായിരം പൂട്ടിയ തേര് അതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വെല്ലും ധരിച്ചസ്ത്രജ്ഞനത്യാർത്ഥമുദ്ധതചിത്തനായി യുദ്ധത്തിനായി ചെറുഞാണലിയുമിട്ട് നക്തം ജരശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ നിൽക്കൊരുതായ ഭയപ്പെട്ട് വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാൻ സാമർത്ഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനത്തു നേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കും വിധോ ദക്ഷിണേ പ്രത്യഗ്മുഖങ്ങളായി വീണുപോ ചിന്ത മുഴത്തേതുമാവതല്ലാഞ്ഞേറ്റം അന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്ന് സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടിനാർ പണ്ടു വിരിഞ്ചൻ കൊടുത്തോരു കഞ്ചുകമുണ്ടതി കൊണ്ട് ഇവനേൽക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊണ്ടുവാനിന്നി ബ്രഹ്മാസ്ത്രമെയ്തിവൻ തന്നെ വധിക്ക നീ പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത് ഉന്നതനായ ദശാനനൻ തന്നെയും കുന്നുപാലിക്കും ജഗത്രയോ രാഘവൻ എന്ന് പറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജപൂർവജൻ തൻ പദമുൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ച്
പുഷ്കര സംഭവവാണം പ്രയോഗിച്ച് തക്ഷണേ കണ്ഠം മുറിച്ചാനതു നേരം ഭൂമോപതിച്ച് ഒരു അതികായമസ്തകമാമോദമുൾക്കൊണ്ടെടുത്തു കപിക്കുലം രാമാന്തികെ വെച്ച് കൈതൊഴുതീടിനാറാമയും പൂണ്ട് ശേഷിച്ച് രക്ഷോഗണം രാവണനോടറിയിച്ചാരവസ്ഥകൾ ഹാവിധിയെന്ന് അലറി ദശകണ്ഠനും. ഹരേ രാമ 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 ഹരേ 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 രാമ.